ഹാരി ചെയർമാൻ സ്വാഗത സംഘം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സയ്യിദന്മാർ, സംഘടനാ നേതാക്കൾ, SSFൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, സമയം കുറേ വൈകിയതുകൊണ്ട് സുദീർഘമായ പ്രസംഗത്തിന് പറ്റുന്ന സമയമല്ല എന്ന് മനസ്സിലാക്കുകയാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ 32ാമത് പെരിന്തൽമണ്ണ ഡിവിഷൻ സാഹിത്യോത്സവ് താഴേക്കോടിൻ്റെ മണ്ണിൽ വെച്ച് സമാപിക്കുകയാണ്. ഇവിടെ പ്രത്യേകം പരാമർശിക്കേണ്ട കുറേ വ്യക്തിത്വങ്ങളുണ്ട്. ഈ സദസ്സ് ഒരുക്കുന്നതിന് വേണ്ടി, ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. പ്രിയപ്പെട്ട നേതാക്കളും ഉസ്താദുമാരും സഹപ്രവർത്തകരൊക്കെ എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഈ സുന്ദരമായ സ്ഥലം സാഹിത്യോത്സവം നടത്തുന്നതിന് വേണ്ടി നമുക്ക് അനുവദിച്ചെന്ന ബഹുമാനപ്പെട്ട മണ്ണിൽ ജലീൽ ഹാജി, അല്ലാഹു തആല അവരുടെ കുടുംബത്തിലും ജീവിതത്തിലൊക്കെ ഖൈറും ബറക്കത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിന് പ്രത്യേകം സന്തോഷം അറിയിക്കുകയാണ്. അതുപോലെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ നടത്തിയപ്പോൾ നേരത്തെ ഒരു ബിരിയാണി ചലഞ്ച് നടത്തിയിരുന്നു. ഈ പരിസരത്തും നാട്ടിലുള്ള ആളുകളൊക്കെ അത് ഏറ്റെടുത്ത് അത് വിജയിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ വിജയത്തിന് വേണ്ടി, അത് ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ തൊട്ടടുത്തുള്ള ഷാലിമാർ ഓഡിറ്റോറിയം ഒരു കാശും വാങ്ങാതെ സൗജന്യമായി നമുക്ക് അനുവദിച്ചു തന്നു. അഷ്റഫ് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലൊക്കെ അല്ലാഹു തആല ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ സെക്കൻഡ് വേദിയും തേർഡ് വേദിയൊക്കെയുള്ള സ്ഥലങ്ങൾ, സെക്കൻഡ് വേദിക്ക് വേണ്ടി അനുവദിച്ചു തന്നത് ബഹുമാനപ്പെട്ട നാലകത്ത് ഷൗക്കത്താക്കയും കുടുംബമാണ്. അവരുടെ വിശാലമായ സ്ഥലം. തൊട്ടടുത്ത് ഹംസാക്കയുടെ മകൻ ഗഫൂർ, അവരുടെ സ്ഥലമാണ് തേർഡ് വേദിക്ക് വേണ്ടി അനുവദിച്ചു തന്നത്. അങ്ങനെ ഇതുമായി സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട്. ഇന്നലെയും ഇന്നുമായി നടന്ന ഭക്ഷണങ്ങളുടെ വിതരണങ്ങൾ വ്യത്യസ്തമായ ആളുകൾ ഏറ്റെടുത്ത് വളരെ ഭംഗിയായി നല്ല പാചകം ചെയ്ത് നല്ല ഭക്ഷണങ്ങൾ ഇവിടെ എത്തിച്ചു തന്ന ആളുകൾ, പ്രത്യേകിച്ച് വൈകുന്നേരം ചായക്ക് കടി ശനിയാഴ്ച നൽകിയത് നമ്മുടെ ആൽത്തറ മദ്രസയിലെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളുമായിരുന്നു. അതിനുവേണ്ടി അധ്വാനിച്ച ഉസ്താദുമാർ, എല്ലാവർക്കും അല്ലാഹു ഖൈർ നൽകുമാറാവട്ടെ. ഇന്ന് ധാരാളം ഭക്ഷണം അതുപോലെ ചായയും കടിയും കൊടുക്കാൻ വേണ്ടി നമ്മുടെ കാപ്പുപറമ്പിലെ നൂറുൽ ഇസ്ലാം മദ്രസയിലെ ഉസ്താദുമാരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളുമാണ് അതിനുവേണ്ടി പ്രയത്നിച്ചത്. അവർക്കും പ്രത്യേകം നന്ദി അറിയിക്കാൻ അല്ലാഹു തആല അവരുടെ സഅയും സ്വീകരിക്കുമാറാവട്ടെ. അങ്ങനെ തുടങ്ങി ഓരോ ദിവസവും ഇവിടുത്തെ ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെയുള്ള പ്രവർത്തകർ, കൂട്ടുകാർ നന്നായി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ഭക്ഷണം പാകം ചെയ്യുന്നതിനും അത് വിതരണം ചെയ്യുന്നതിനും വേണ്ടി സൗകര്യം ചെയ്തു തന്ന നമ്മുടെ തങ്ങളുപ്പാപ്പ, അവരുടെ സ്ഥലം ഷെഡ് അനുവദിച്ചു തന്നതാണ്. അല്ലാഹു തആല അവർക്കും ഖൈർ നൽകുമാറാവട്ടെ. അങ്ങനെ എല്ലാ നിലക്കും ഇവിടെയുള്ള പള്ളി കമ്മിറ്റി, മദ്രസയുടെ കമ്മിറ്റി, നമ്മുടെ ദാറുൽ ഫതഹ് ഇസ്ലാമിക് സെൻ്ററിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവർക്കും അല്ലാഹു തആല സന്തോഷം നൽകുമാറാവട്ടെ. പ്രത്യേകിച്ച് പരാമർശിക്കേണ്ട ആളുകൾ, ഇന്ന് വൈകുന്നേരത്തേക്കുള്ള ചായയും കടിയും ഉണ്ടാക്കി തന്നതിൽ കോടമ്പി അബ്ദുള്ളാക്കയും മരണപ്പെട്ടു പോയ അബ്ദുള്ളാക്കും സയ്യിദാക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി അവരുടെ ഭാര്യയും മക്കളുമൊക്കെ ഇന്ന് പ്രത്യേകം നാടിന് നേതൃത്വം നൽകിയ ആളുകൾ, വീരാൻ ഹാജിയെ പോലെയുള്ള ആളുകൾ എല്ലാവരുടെയും ഖബർ അല്ലാഹു റാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കുമാറാവട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ നാലകത്ത് ഹംസ ഹാജി തുടങ്ങിയുള്ള ഒരുപാട് ആളുകൾ, പ്രമുഖരായ ആളുകൾ, അവർക്കൊക്കെ വേണ്ടി അല്ലാഹു തആല അവരുടെയൊക്കെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. ഇവിടെ നടന്ന എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെയായി കഠിനാധ്വാനം ചെയ്ത SSFൻ്റെ പ്രവർത്തകർ, SYSൻ്റെ പ്രവർത്തകർ, മുസ്ലിം ജമാഅത്തിൻ്റെ നേതാക്കൾ എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് നേതാക്കളും പ്രവർത്തകരൊക്കെ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് സമയം ഒരുപാട് വൈകിയതുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് സാഹിത്യോത്സവം